ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും പിന്നെ രാത്രി ഡിന്നറിനായാലും കഴിക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതേ സ്ഥാനത്ത് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ പിന്നെ ഇത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ 2 ഗ്ലാസ് പാലിന് 3/4 കപ്പോളം ഓട്സ് ആണിത് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. വറുത്തിട്ടും എടുക്കുക, വറുക്കാതെ എടുക്കുക. ഞാൻ വറുത്തിട്ടൊന്നുമില്ല, ഞാനിത് ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 കപ്പ് പാല് വറ്റി വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓട്സും നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടും. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പഞ്ചസാരക്ക് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇവിടെ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ഈത്തപ്പഴോളം നല്ല മധുരമുള്ളത് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈത്തപ്പഴം ആഡ് ചെയ്യുക. അധികം ഓവറായിട്ട് ഡയറ്റ് ചെയ്യുന്നവരൊന്നും കുറേ ഈത്തപ്പഴമൊന്നും ഇടണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടാൽ മതി. ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണ്, അതുകൊണ്ട് തന്നെ ഈ പാല് നല്ലോണം കുറുകുന്നതിനനുസരിച്ചിട്ട് ഈത്തപ്പഴം അതിൽ മെൽട്ടായി കിട്ടും. നിങ്ങളുടെ അടുത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ഉള്ളതെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് ഇതിലേക്ക് മെൽട്ടായി കിട്ടും. എല്ലാം ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം വെക്കുന്നതോടുകൂടി അത് സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഓട്സ് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഈത്തപ്പഴം ഉണ്ട് അതിലേക്ക്. ഈ ഈത്തപ്പഴം നല്ലവണ്ണം നമുക്ക് മാഷായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അങ്ങനെ കിട്ടും. ഇല്ല നമുക്ക് ഈത്തപ്പഴം കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ടിട്ട് അടിക്കാണ്ട് നിന്നാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നല്ലോണം മെൽട്ടാവും. ഞാൻ അധികം മെൽട്ടാക്കി എടുക്കുന്നില്ല, കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കെല്ലാം കഴിക്കാൻ. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിലിപ്പോൾ ഞാൻ നമ്മുടെ പാല് 3/4 വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴം ചെറിയ പഴമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നാടൻ പഴം അല്ലാത്ത ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നാടൻ പഴം എടുക്കണ്ട, അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലിട്ടാൽ. അപ്പോൾ ഈ ഒരു പഴവും കൂടി നമുക്കിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് സെർവ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിൽ പാല് അങ്ങനെ ഇല്ല, 3/4 വറ്റിയിട്ട് നല്ല കറക്റ്റ് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് കഴിക്കാൻ ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പഴം ഇട്ട് കൊടുത്തത്. പഴം ഇട്ടിട്ട് പിന്നെ അത് ചൂടാക്കാനൊന്നും പാടില്ല, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതെടുത്തത്. അപ്പോൾ ഈ 2 ബൗളിലേക്ക് നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇടുന്നത്, ട്യൂട്ടി ഫ്രൂട്ടി അല്ല കേട്ടോ. ഇത് ഇവിടെ കിട്ടുന്ന ഒരു തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെയെല്ലാം കണ്ടാൽ കുട്ടികൾക്ക് കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും, അത് കാണുമ്പം തന്നെ അവർ കഴിച്ചോളും. എൻ്റെ മോനിക്കൊക്കെ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.